കെ.എം. മാണിക്ക് പണം നൽകിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് തെളിഞ്ഞു. ബിജു രമേശ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിലാണ് പരാമർശം. രഹസ്യമൊഴിയിൽ മുഖ്യമന്ത്രിക്കെതിരെ 6 ഇടത്ത് പരാമർശം. ബാർക്കോഴ കേസിൽ കെ ബാബുവിനെതിരായി മൊഴി നൽകാൻ വിജിലൻസ് ഡിവൈഎസ്പി അനുവദിച്ചില്ലെന്നും ബിജു രമേശ് ആരോപിച്ചു. ആദ്യം ആ വാർത്തകൾ കേൾക്കാം. ബാർക്കോഴ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതത്തോടെയുമാണ് പണം കൈമാറ്റം നടന്നതെന്നാണ് തെളിവുകൾ വ്യക്തമാക്കുന്നത്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ബിജു രമേശ് നൽകിയ രഹസ്യമൊഴിയിൽ മുഖ്യമന്ത്രിക്കെതിരെ 6 സ്ഥലത്താണ് ഗുരുതര പരാമർശമുള്ളത്. 4-ാം പേജിലും 5-ാം പേജിലും ബിജു രമേശ് ഇങ്ങനെ പറയുന്നു: 22/3/2014 രാവിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ കെ.എം. മാണിയെ കാണാനായി പോയി. പോകുന്ന വഴിക്ക് 15 ലക്ഷം രൂപ റെഡിയാക്കി വെക്കാൻ സാജു ഡൊമിനിക്, അംബാസഡർ തങ്കച്ചൻ എന്നീ ബാർ ഉടമകൾക്ക് രാജ്കുമാർ ഉണ്ണി നിർദ്ദേശം നൽകി. കെ.എം. മാണിക്ക് പണം കൈമാറുന്ന ദിവസം രാവിലെ മുഖ്യമന്ത്രിയെ കണ്ടു എന്നതും പണം കൈമാറിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നതും വിജിലൻസ് അന്വേഷിച്ചില്ല. പേജ് 3-ലും 4-ലും പൂട്ടിപ്പോയ 418 ബാറുകളുടെ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കി തരാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായും പറയുന്നു. പൂട്ടിപ്പോയ ബാറുകൾ തുറക്കുന്ന വിഷയത്തിൽ കെ.എം. മാണിക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിയാത്തതിനാൽ ഇപ്പോൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ തുക ഇനി നൽകേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായി പേജ് 16-ലും പറയുന്നു. ഇതാകെ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് ബാർക്കോഴയിലെ ഇടപാടുകൾ നടന്നതെന്നാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. തീർച്ചയായും ഈ വിഷയം തന്നെയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. എ സമ്പത്ത് എം പി, PM മനോജ്, BRM ഷഫീർ, പ്രിൻസ് ലൂക്കോസ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ബിജു രമേശ് എന്നിവരെ ഒക്കെ നമ്മൾ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം ഈ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ദിശ 2 എണ്ണമാണ്. ഒന്ന്, ആദ്യത്തേതിലേക്ക്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടോ പോയത്? ആദ്യം കോൺഗ്രസ് വക്താവ് ശ്രീ BRM ഷഫീറിലേക്ക്. ഷഫീർ, മുഖ്യമന്ത്രി, അതായത് ഗംഗാനദി അശുദ്ധമായാലും വേണ്ടിയില്ല, ഗംഗോത്രി ശുദ്ധമായിരിക്കണം, എന്നാൽ എപ്പോഴും ഗംഗാനദിയെ ശുദ്ധമാക്കാം. ഇവിടെ മുഖ്യമന്ത്രി തന്നെ ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനാകുന്നു. വ്യക്തമായ തെളിവ്. വിജിലൻസ് അത് അന്വേഷിച്ചിട്ടില്ല. കാര്യങ്ങൾ അക്കമിട്ട് പുറത്തെത്തുകയാണ്. ബിജു രമേശ് കോടതിയിൽ നൽകിയതായി പറയപ്പെടുന്ന 164 സ്റ്റേറ്റ്മെന്റ് സംബന്ധിച്ചാണല്ലോ ഇന്ന് ഇവിടെ പറയുന്നത്. തീർച്ചയായും 164 സ്റ്റേറ്റ്മെന്റ് അജിം ഷാ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനത് പഠിച്ചിട്ടാണ് പറയുന്നത്. 164 സ്റ്റേറ്റ്മെന്റിലെ 7 മുതൽ 27 വരെയുള്ള പേജുകൾ മറിച്ചും തിരിച്ചു നോക്കൂ. അതിലെവിടെയെങ്കിലും കേരളത്തിലെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് പണം കൊടുത്തത്, അതല്ലെങ്കിൽ ബഹുമാനായ ശ്രീമാൻ ഉമ്മൻചാണ്ടി പറഞ്ഞതിന് പ്രകാരം മാണിക്ക് പണം കൈമാറി, അല്ലെങ്കിൽ ബഹുമാനായ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ പ്രേരണ കൊണ്ടാണ് പണം കൈമാറിയത് എന്നൊരു വാചകം എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? 2, ഈ പറയപ്പെടുന്ന ബാറുകളുടെ കാര്യത്തിൽ എന്തോ തീരുമാനമുണ്ടാക്കി തരാം എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഞാൻ നിങ്ങളുടെ ബാറുകൾ തുറന്നു തരാം, മാണിക്ക് പണം കൊടുത്താൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആളുകൾക്ക് പണം കൊടുത്താൽ ഈ 418-ൽ പരം വരുന്ന ബാറുകളുടെ കാര്യത്തിൽ തുറന്നു തരാം എന്നൊരു വാചകം 164 സ്റ്റേറ്റ്മെന്റിലുണ്ട്. ഉടമകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അന്ന് ആ പണം നൽകിയിട്ടുള്ള ചില ആളുകളെങ്കിലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ചില കാര്യങ്ങൾ ഇനി കാലക്രമേണ പുറത്തു വരും. ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇതിൻ്റെ വരുംകാല ദിവസങ്ങളിൽ ഇനി കൂടുതൽ വിവരങ്ങൾ, പലരും പല കാര്യങ്ങളും പുറത്തു പറയാൻ വല്ലാതെ ഭയപ്പെടുകയായിരുന്നല്ലോ. പുറത്തു പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ആ ഒരു പ്രവൃത്തിയിൽ അവർക്ക് തുടരാൻ കഴിയില്ല. ബിസിനസ്സിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് ഭീഷണി ഉണ്ടാവും. അവർക്ക് അവരുടെ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരുടെ തൊഴിലുകൾ നഷ്ടപ്പെടും. ആ നിലപാടുകൾ എടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ അഴിമതി ചോദ്യം ചെയ്യപ്പെട്ടാൽ എത്ര വലിയ ഉദ്യോഗസ്ഥനായിരുന്നാൽ പോലും എത്രമാത്രം പീഡിപ്പിക്കപ്പെടുമെന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഴിമതി, ആ അഴിമതിയുടെ അപ്പോസ്തലനായി അതിൻ്റെ ഏറ്റവും നമ്പർ 1 ഒരു ചതുരംഗ കളിയിൽ കൃത്യമായി അതിൻ്റെ ഏറ്റവും മുന്നണിയിൽ, അതിൻ്റെ കൃത്യമായി അതിൻ്റെ മധ്യത്ത് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആളായി കേരളത്തിലെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലകൊണ്ടു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ മൊഴിയും ഇനി ഒരു പക്ഷേ മറ്റു പലരിൽ നിന്ന് പുറത്തു വരാനായി പോകുന്നതും. ഇതൊക്കെ തന്നെ ഒരു നിമിത്തം മാത്രമാണ്, ഇതൊരു വഴി തുറക്കൽ മാത്രമാണ്. ഇറ്റ് ജസ്റ്റ് ലൈക്ക് ഒരു ഷട്ടർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നതേ ഉള്ളൂ. തീർച്ചയായും സമ്പത്ത് എം പി, നമുക്ക് നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ചേരുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, മന്ത്രിമാരുടെ മുഖ്യൻ മാത്രമല്ല അഴിമതികളുടെ മുഖ്യൻ കൂടിയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുകയാണ്. ബിജു രമേശ് എന്ന ഒരു വ്യക്തിയുടെ വാക്കുകളിൽ മാത്രം പിടിച്ച് ഇത്തരത്തിൽ പ്രതിപക്ഷ ആരോപണം ഉയരുമ്പോൾ അത് ധാർമ്മികമായി മുഖ്യമന്ത്രിയോട് കേരള ജനത ചെയ്യുന്നത് ശരിയാണോ? അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ കൂടി ഇവിടെ ഉയരേണ്ടതുണ്ടോ ഈ സാഹചര്യത്തിൽ? ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. അല്ല, ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഭരണാധികാരികൾ ഉണ്ടായിരുന്നു.
ഞാൻ തന്നെ പ്രാസമൊപ്പിച്ച് പറയാറുള്ളത് കരികാല ചോളൻ മുതൽക്ക് കരിങ്കാലി കർണാടകം വരെ കേരളം ഭരിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ എല്ലാം കടത്തി വെട്ടുന്ന അതിഭയങ്കരനായ ഒരു ഈവിൾ ജീനിയസ് ആണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം അഴിമതിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ കുതന്ത്രത്തിന്റെ കാര്യത്തിലും കരുണാകരനെയൊക്കെ ബഹുദൂരം പിന്നിലാക്കിയ ഒരു വലിയ പ്രതിഭയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ പ്രതിഭയോട് വലിയ മതിപ്പുണ്ട്. പക്ഷെ അത് ചെയ്യുന്ന കാര്യങ്ങളോട് മാത്രമേ നമുക്ക് എതിർപ്പ്. രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുണ്ടെങ്കിലും നമുക്ക് പല ആളുകളെ കുറിച്ച് മറ്റു തരത്തിൽ മതിപ്പും ബഹുമാനവും തോന്നും. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മേന്മ എന്ന് വെച്ചാൽ കഴിഞ്ഞ സരിതയുടെ പ്രശ്നം വരുന്നവരെ, സോളാർ വിഷയം ഉയർന്നു വരുന്നവരെ അദ്ദേഹത്തിന് ഇദ്ദേഹം ഒരു വളരെ മാന്യനും സത്യസന്ധനും കെ ആന്റണിയെ പോലെ ആദർശധീരനുമാണ് എന്ന് വരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. സോളാർ വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ യശോധാബല്യത്തിന് ചെറിയ തോതിൽ മങ്ങൽ ഉണ്ടാകാൻ തുടങ്ങിയത്. ഇപ്പോൾ ബാർ കോഴ വിവാദവും കൂടി വന്നപ്പോൾ പിന്നെ മറ്റേ ഗവൺമെന്റ് ലീലാവിലാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ.